മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് കുറയുന്ന ഏതെങ്കിലും സ്റ്റഡീസ് ഉണ്ടോ? ഏത് സ്റ്റഡീസ് ആണ്? എത്ര കഴിക്കും? അല്ല, അങ്ങനെ അറിയണ്ട. നമുക്കൊരു കണക്കാരനല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ആണ് വരുന്നത്. അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതിലോട്ടാ വരുന്നത്. ഞാനിതിന്റെ പുറത്തോട്ട് പോയ ആരുടെ അടുത്ത് ഇത് പറയാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കണ്ടു, ഇവരിങ്ങനെ ചോദിച്ചു. ഒരു ധാരണയുമില്ല. ഇതുപോലെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ചേട്ടനും അനിയനും ഹസ്ബൻഡ് അച്ഛനും എല്ലാവരും ഉണ്ടല്ലോ എല്ലാ വീട്ടിലും, അല്ലേ? അപ്പൊ അതൊന്നുമില്ല. ഓപ്പണായി ചോദിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇഷ്ടമുള്ള കാര്യം. അപ്പൊ സാറ് പറയൂ, ഏതാണ് കഴിക്കാറ്? ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കണം, അല്ലേ? എത്ര കഴിക്കും? 2 കഴിക്കും. ഡെയിലി കഴിക്കും. സത്യാവസ്ഥ പറയട്ടെ, തോണ്ടാതിരിക്കും. പറയട്ടെ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ? പറയും. 1.5 അടം കഴിക്കും. സത്യാവസ്ഥയാണ്. ആണ്. ഇതിന്റെ കൂടെ എന്താ കഴിക്കുക? നട്ട്സ് കഴിക്കും. യെസ്, എനിക്ക് അതറിയണ്ടേ. ന്യൂട്രീഷനിസ്റ്റ് ആയതുകൊണ്ട്, മദ്യം സ്പെഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അതിന്റെ കൂടെ എന്താന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നട്ട്സ് കഴിക്കും. എല്ലാ ദിവസവും നട്ട്സ് ആയിരിക്കുമോ? നോൺ വെജ് എന്തെങ്കിലും കഴിക്കുമോ? ചിക്കൻ എടുക്കും. ദെൻ ചിക്കൻ ഫ്രൈ ആയിരിക്കും കൂടുതലും. യെസ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അത് എത്രമാത്രം ഇതാവുമെന്ന് എനിക്കറിയില്ല. എന്താ പറയാ, സ്റ്റഡികളുടെ ഇത് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു കാർഡിയോളജി വിഭാഗം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈഫ് വല്ലതിനെ കൊണ്ട് തന്നെ ചിലപ്പോ ദീപക്ക് നോക്കാണ് ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഇവരൊക്കെ കുടിയന്മാരാക്കോ? എന്താണ്? ഓക്കെ. അപ്പോ ഇത് ഞാൻ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കേസാണ്. വേറെ ഒന്നല്ല, നമുക്ക് മറ്റുള്ള ഡിസീസുകൾ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ. ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ അത് കേട്ടിട്ടുണ്ടാവണം. എപ്പോഴും ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ 2 പെഗിൽ നിർത്തുന്നില്ല എന്നുള്ളതിലാണ് ഒരു പ്രശ്നം. പിന്നെ അല്ല, ഞാനിത് കൂടുതൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, അത് കഴിച്ചിരുന്ന എല്ലാവർക്കും ഇല്ലാത്തവർക്കും വരാം, കഴിക്കാത്തവർക്കും വരാം, അല്ലേ? ഒരു ലിവിങ് എക്സാമ്പിൾ എന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആർമി മിലിറ്ററി മെന്നാണ്. ആള് ഡെയിലി കഴിക്കുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് ആള്, സ്റ്റിൽ യങ്. ഇല്ല. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. അതെ. ഇതേപോലെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ. അതായത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ തൊണ്ടോട് കൂടിയ മീനുകൾ അന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുക പേഷ്യൻ്റെ അടുത്ത് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ തൊണ്ടോട് കൂടിയ ഷെൽ ഫിഷസ് കഴിക്കാൻ പാടില്ല, അതായത് തൊണ്ടോട് കൂടിയ മീനുകൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഇതേപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ തൊണ്ട് കളഞ്ഞാൽ കഴിക്കാല്ലേ? ഞാൻ ആദ്യം എന്നെ കളിയാക്കിയതാണോ ശരിക്കാണോ എന്നുള്ളൊരു ലെവലിൽ നിന്ന്, പക്ഷെ ജെന്യുവനായിട്ട് ചോദിച്ചതാള്. ഇതിൻ്റെ അത് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അതിലാണോ കുഴപ്പം എന്നുള്ളൊരു ലെവലിൽ ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ ചോദിച്ചത് തന്നെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ. പക്ഷെ ആൾക്ക് ഇപ്പോഴും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളോ ഒന്നുമില്ല, വളരെ ഹെൽത്തി. ഇപ്പോൾ 76 ഒക്കെ ആയി. പക്ഷെ എൻ്റെ അച്ഛൻ കുറച്ചുകൂടെ വളരെ യങ്ങാണ്, ഇപ്പോൾ 60s പോയിക്കൊണ്ടിരിക്കണേ. അച്ഛന് പക്ഷേ ഹാർട്ടിന് പ്രോബ്ലം വന്നു. വലിക്കില്ല, കുടിക്കില്ല, അതുപോലെ നോൺ വെജുകളൊന്നും താല്പര്യമില്ല, തീരെ കഴിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി തല്ലുകൂടിയിട്ട് വേണം മേടിക്കാൻ, ആ നിലയ്ക്കുള്ള ആളാണ് ഇപ്പോഴും. അതിൽ തൈരോ അങ്ങനെയൊക്കെ കഴിച്ച്, ഞാൻ വലിയ നമ്പൂതിരി കുടുംബത്തിൽ ജനിക്കേണ്ടതെന്നൊക്കെ പറയും അമ്മ. അതുപോലെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ ഫാദറിനാണ് വന്നത്. അപ്പോൾ അത് എല്ലാം പറയുമ്പോൾ അവസാനം ഡോക്ടേഴ്സ് പറയുമല്ലോ, ഹെറിഡിറ്ററി കോസ് ആണെന്ന് പറയും. ഗ്രാൻഡ് മദർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കിട്ടിയെന്ന് പറയും. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പറയില്ലേ, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും വേറെ ഭാഗത്ത് വണ്ടി വയറിൽ കൂടെ കയറി കഴിഞ്ഞാൽ മരിക്കാലോ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഒരു പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അങ്ങനെ പറയാറില്ലേ, പറയൂലേ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹെൽമെറ്റ് വെക്കണം കേട്ടോ. ഹെൽമെറ്റ് അതിന് ഞാൻ റോഡ് സേഫ്റ്റിയുടെ എടുക്കാറുള്ളതാണ്. കാരണം ഞാൻ ലൈറ്റിലുണ്ടായപ്പോൾ 3 വർഷത്തോളം ബെഡ് റിഡൺ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. പേപ്പറിൽ വരാറുണ്ടായിരുന്നു. ഒരു ഷോർട്ട് ഫിലിമൊക്കെ അവൻ്റെ ഉണ്ട്, നിഖിൽ എന്ന് പറഞ്ഞിട്ട്, നിഖിൽ രാജ്.
ഇപ്പോഴും ആ കുട്ടിയുണ്ട്, ഫിലിമിലൊക്കെ ആക്ട് ചെയ്ത് കെടുപ്പാണ്. ഇവിടെ നിന്ന് ഫുൾ ജസ്റ്റ് ലൈക്ക് വെജിറ്റബിൾ. ഇവിടുന്ന് ഇങ്ങോട്ട് അവനെ സംസാരിക്കാൻ പറ്റും, എന്തും കഴിക്കാൻ പറ്റും, എല്ലാം ആണ്. പക്ഷെ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ ഇത്, വേറെ വണ്ടിയും ഇടിച്ചതല്ല, സൈഡിൽ വന്നിട്ട് ഇടിച്ചു. അങ്ങോട്ട് വെട്ടറിട്ടനാണ്. 3 വർഷമായി, ഇപ്പോൾ 21 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് ഇതോടുകൂടി പറഞ്ഞ എല്ലാവരും ഹെൽമെറ്റ് വെക്കുക. അതന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊന്നല്ലായിരുന്നു. വൈകുന്നേരത്തെ ഈ ഗ്യാപ്പ് ഇത് വരും. ലിക്കറാണ് പറഞ്ഞു വന്നത്. ഓക്കെ. അപ്പോൾ ലിക്കറിന്റെ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത്. അതായത് ഈ 10ഉം 15ഉം കഴിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ പറഞ്ഞു ഞാൻ 5ഉം 6ഉം തന്നെ കണക്കല്ല പറയുന്നത്. പക്ഷെ എല്ലാ ദിവസവും ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് കൂടി നമ്മൾ അങ്ങനെ ഹെൽത്തി ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ ഈ നട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് എടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത്, കൂടുതലും കാഷ്യൂ ആയിരിക്കും എടുക്കുന്നത്. കാഷ്യൂ എടുക്കുന്നുണ്ട്. ഏറ്റവും നട്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കൂടി ആയതുകൊണ്ട് നന്നായി. അതെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നട്ട്സും ചിക്കനൊക്കെ തേടി പോകുന്നത്. ആത്മാർത്ഥത എന്നുവെച്ചാൽ അത് വിഷമായതുകൊണ്ട്, ഫ്രൂട്ട്സിൽ വിഷം അടിക്കുന്നത് കൊണ്ടേ. അപ്പൊ ഇത് ചത്തോളും. ഇത് കഴിഞ്ഞിട്ട് ഇത് കുടിക്കാനല്ലേ പോകുന്നേ. അപ്പൊ അതിൽ ആരെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് ചത്തോളും. ധൈര്യമായിട്ട് എടുത്തോ കേട്ടാ. അപ്പോൾ അത്രയും ഹെൽത്തി നോക്കുന്നത് കൊണ്ടാണത്. അപ്പോൾ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ നട്ട്സ് എടുക്കുന്നതിൻ്റെ കേസ്, ഇത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നട്ട്സ് എടുക്കുന്നതിൽ കാലറി ഹൈ ആയിട്ടുള്ള നട്ട്സ് ആണ് നമ്മുടെ കാഷ്യൂ. കുട്ടികൾക്ക് കഴിക്കാൻ ചില അമ്മമാർ വന്ന് പറയാറുണ്ട്, അവരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ല, ഒന്നും കഴിക്കണില്ല. ഗൾഫിലൊക്കെ ഉള്ള അച്ഛന്മാരുള്ള കുട്ടികളുണ്ട്. അവർ പാക്കറ്റ് വീട്ടിലിരിക്കുന്നുണ്ടാവും. TV കാണുന്നതോറും അതിങ്ങനെ ഇരുന്ന് തിന്നും. ഏകദേശം 100 ഗ്രാം നമ്മൾ കാഷ്യൂൻ്റെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലേ, ചെറിയ പാക്കറ്റൊക്കെ 20 രൂപ, എത്രയോ ചെറിയ. ആ 100 ഗ്രാമിൻ്റെ പാക്കറ്റിന് 100 ഗ്രാം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം 365 മേലെ കാലറി വരുന്നുണ്ട്. ഒരു നേരത്തെ പറഞ്ഞ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കിട്ടുന്ന കാലറി നമുക്ക് ഈ 100 ഗ്രാം കാഷ്യൂ കഴിച്ചാൽ കിട്ടുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് നിറഞ്ഞു. ഹൈ ഫാറ്റാണ് കാഷ്യൂല്, ഹൈ ഫാറ്റാണ് കാഷ്യൂ നട്ടിൽ. ഏറ്റവും നല്ല നട്ട്സ് നമുക്ക് ഡെയിലി ഒരു 5-6 വെച്ചിട്ട് നമുക്ക് ഹാർട്ട് പേഷ്യൻസ് ആയാലും കൂടെ കഴിക്കാവുന്ന, അതായത് CABG പോലുള്ള വലിയ മേജർ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൂടെ കഴിക്കാവുന്ന നട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബദാം പ്ലസ് വാൾനട്ട്. അതധികം ഒരു തലച്ചോറിന്റെ ഷേപ്പിലുള്ള നട്ട്. യെസ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, വളരെ കോസ്റ്റ്ലിയാണ്. ഗൾഫിലുള്ളവർക്കാണ് അത് മുതലാവുള്ളൂ. അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് വിലയൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഒരു ടേസ്റ്റ് കുറഞ്ഞ സംഭവമാണ്, ഒരു ഓഫ് സ്മെല്ലാണ് അതിന്, ഒരു റാൻസിഡിറ്റി ഫോം ചെയ്ത പോലെ തോന്നും. ബദാമാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ഇത്. കപ്പലണ്ടി വലിയ കുഴപ്പമില്ല, അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ബദാമാണ്. ഓക്കെ. ദെൻ ഫ്രൂട്ട്സിൻ്റെ കാര്യം ചോദിച്ചു. ഫ്രൂട്ട്സ് നമുക്ക് മരുന്നടിച്ച സംഗതികളാണ് കിട്ടുന്നത് എന്നുള്ളതൊരു സത്യമാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളും ഉണ്ടല്ലോ. വീട്ടിലുള്ളവരും ഫ്രൂട്ട്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഉള്ളിലുള്ളത്. എപ്പോഴും അങ്ങനെയാണ്. ആപ്പിൾ, ഓറഞ്ച്, ഇപ്പം പിന്നെ എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. അവക്കാഡോ, ആപ്രിക്കോട്ട്, ലിച്ചി, അത് ഇത് അങ്ങനത്തെ പേരുകളേ ഉള്ളൂ ഒരുവിധം. ഇതല്ലാണ്ട് നമ്മുടെ പേരയ്ക്കോ പപ്പായോ ഇതൊന്നും ഇഷ്ടമല്ല. വീട്ടിലിഷ്ടം കേടായി പോവാണ്. നമുക്കായാലും വീട്ടിലൊക്കെ ഞാനൊക്കെ ആലോചിക്കാറുണ്ട്. എൻ്റെ ചെറിയച്ഛൻ്റെ മോൾ, ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു വന്ന വീടെന്ന് പറയുന്നത് ടൗണിൽ തന്നെയാണ്. അപ്പോൾ വീട് മാത്രമേ ഉള്ളൂ, അധികം മരങ്ങളൊന്നും ഇല്ല. പക്ഷെ എൻ്റെ വീടെന്ന് പറയുന്നത് അത്താണി സൈഡിലാണ്. ഇഷ്ടംപോലെ പറമ്പും പാടും ഒക്കെ ഇഷ്ടംപോലെ ഉള്ള സ്കോളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അന്നൊക്കെ ഒരു കായക്കൊലൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിങ്ങനെ കെട്ടിയിടില്ലേ പണ്ടൊക്കെ. ഇപ്പം കെട്ടിടാറില്ലെന്ന് തോന്നുന്നുണ്ട്, വീടിന് ഭംഗി പോകുന്ന കാരണം കൊണ്ട്. അപ്പോൾ അതങ്ങനെ കെട്ടിയൊക്കെ ഇടുന്ന ഓടൊക്കെ ഇട്ട ഒരു വീടൊക്കെ ആയിരുന്നു, 2 നില വീടൊക്കെ ആയിരുന്നു തറവാട്. പിന്നീട് ഞങ്ങൾ 10ലൊക്കെ ആകുമ്പോൾ വേറെ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇടുമ്പോൾ ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ സാധനം കാണുമ്പോൾ കലി വരും. ഇത് കഴിയണില്ലല്ലോ, ഓരോ കൊല്ലം ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 1 കിലോ 1 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നടിച്ച സംഭവം 30-40 രൂപ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പഴം കിട്ടാനായിട്ട്. അപ്പോൾ അവിടെ പിശുക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റേതിങ്ങനെ ചീഞ്ഞു പോകുന്നുണ്ടാവും. അപ്പുറത്തെ വീട്ടുകാർക്ക് ഓരോ കൊലയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മാങ്ങയായാലും ചക്കയായാലും എല്ലാം ഇന്നും ഇപ്പോഴും ഉണ്ട്. വരാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഒരുവിധം കസിൻസൊക്കെ അവിടുന്നാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. ഓരോ വണ്ടി എടുത്തപ്പോൾ വരുമ്പോൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഉള്ളവർക്ക് പക്ഷെ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചെറിയച്ഛൻ്റെ മക്കളൊക്കെ അതിൽ കിടന്നാണ് വളരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ഈ വക ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. അപ്പോൾ അത് വീട്ടിലുണ്ടായിരിക്കുമ്പോൾ നമുക്ക് അതിന് വിലയില്ല. പക്ഷെ മരുന്നടിക്കാത്ത ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത മാത്രമല്ല, സീസണൽ ഫ്രൂട്ട്സ് നമ്മൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സീസണലി അവൈലബിൾ ആയിട്ടുള്ള ചക്കയും മാങ്ങ, അതായത് സീസണിലത്തെ നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ടുള്ള കണ്ടന്റ് ഓരോ ഫ്രൂട്ടിലും ഉണ്ട്. അപ്പോൾ മിനിമം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാക്ക കൊത്തി പകുതി പോയാലും നമുക്ക് കഴിക്കാമെന്നർത്ഥം. നിപ്പ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്.
ഇപ്പോഴാണ് നിപ്പ വന്നു തുടങ്ങിയത് അല്ലേ? നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ മാങ്ങയും ചക്കയൊന്നും കൊത്തിയതൊന്നും കഴിച്ചിട്ടില്ല? ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കൊരു പേടിയാ, സത്യമാണ്. ഇപ്പൊ നമ്മുടെ മക്കൾക്കായാലും നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഐസൊക്കെ അല്ലേ, ഐസ് വണ്ടി പോകുമ്പോഴൊക്കെ മേടിച്ച് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ്, അതൊക്കെ നമ്മൾ കഴിച്ചു. അതൊരു എന്താണ് നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഇപ്പൊ വണ്ടിക്കാരൻ പോകുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഇല്ല. ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി വിചാരിച്ചു, ഒരു പ്രശ്നം ഇല്ലാണ്ട് അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കണ്ടാവും. അറിയില്ല, മേടിച്ചു കൊടുത്തിട്ടില്ല, അത് പൊട്ടയാണ്. പൈസ കൊടുത്ത് ഒരു 50-60 രൂപയുടെ കൊണ്ടടങ്ങിയിട്ടാണ് അവർ ശീലിപ്പിച്ചത്. അല്ലെങ്കിൽ ആ ഒരു വയസ്സ് മേടിക്കുക എന്നുള്ള ചിന്തയില്ല, അതുകൊണ്ട് അവരോട് ഇരിക്കും. അപ്പൊ നമ്മളല്ലേ അതിനുവേണ്ടി ജീവൻ വിട്ട് എന്താണ് അത് ഓടണ അത്രയും സൗണ്ട് ഹോൺ എവിടെയാണെന്ന് വെച്ചിട്ട് ഓടിയ കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇന്ന് വരാം, അതൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ ഫ്രൂട്ട്സ് സീസണലി അവൈലബിൾ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കുക. പപ്പായൊക്കെ ഏറ്റവും നല്ലത്, മരുന്ന് അധികം അടിക്കാതെ കിട്ടാവുന്ന പപ്പായ ആണെങ്കിൽ പച്ചയായാലും പഴുത്തതായാലും ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ഫ്രൂട്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രൂട്ട് ജ്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. ലൈം ജ്യൂസ് വേണമെങ്കിൽ എടുക്കുക, ബാക്കി ഒറ്റ ഫ്രൂട്ട്സും സച്ച് അങ്ങനെയാണോ ഫ്രൂട്ട് അതുപോലെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിലത്തെ ഫൈബർ കിട്ടുള്ളൂ. ജ്യൂസ് അടിക്കും തോറും നമ്മൾ ആഡഡ് ഷുഗറാണ്, ഷുഗർ ആഡ് ചെയ്യുന്നു, കാലറി ഹൈ ആണ്, വെയിറ്റ് കൂടുക ചെയ്യുക. അതിലുള്ള ഫൈബർ ആണെങ്കിൽ അരിച്ച് കളയുകയും ചെയ്യും. ന്യൂട്രിയൻസ് അതിലുണ്ടാവും. ഇപ്പോൾ വൈറ്റമിൻ എ ഉണ്ട്, അല്ലെങ്കിൽ ഇ ഉണ്ട്, സി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ സംഗതി നമുക്ക് കിട്ടും, ഫ്രൂട്ട് ആയാലും ഒക്കെ കിട്ടും. പക്ഷെ ഫൈബറും ഉണ്ടാവില്ല, ഷുഗർ ഇട്ടിട്ട് അതിൽ ആഡഡ് കാലറി ഹൈ ആയിരിക്കും, നമ്മൾ വെയിറ്റ് കൂടുക ചെയ്യാം, നമുക്ക് ഗുണം ഉണ്ടാവില്ല ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് തന്നെ എടുക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചോളൂ. പറഞ്ഞു അത് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലേ? ഏകദേശം ഞാൻ 3:30 തൊട്ട് 2:30 തൊട്ട് 4 മണി വരെ പറഞ്ഞു. എന്നിട്ട് ആ കൂടി 2 പെഗ് കഴിച്ചോളം മാത്രമാണെന്ന് ഡയറ്റീഷ്യൻ വന്ന് പറഞ്ഞു. പുറത്തിറങ്ങി നടക്കണം എനിക്ക്. പറയും. സ്മോക്കിംഗ് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. യെസ്, ചോദിച്ചത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ഡ്രിങ്ക്സ് എടുക്കണേക്കാളും ഡേഞ്ചർ ആണ് സ്മോക്കിംഗ് ഹാബിറ്റ്. അത് ഒരു തരത്തിലും പ്ലസ് പോയിന്റ് ഇല്ല. എസ്പെഷ്യലി സ്മോക്കിംഗ് കഴിഞ്ഞതിന് ഒപ്പം ഉള്ള ഡ്രിങ്കിങ് കഴിഞ്ഞതിന് ഒപ്പം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സ്മോക്കിംഗ് വെരി വെരി ഡേഞ്ചറസ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പൊതുവെ നല്ലതാണെന്ന് ഗണത്തിൽ ഞാൻ പെടുത്താറില്ല. ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെ പറ്റി പറയും. ഇതിന്റെ കൂടെ കോമ്പിനേഷനിൽ ഇനി എന്ത് വരുന്ന വെച്ചാൽ ഐ പ്രിഫർ വാട്ടർ. നമ്മള് ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ പ്രിഫർ ചെയ്യണോന്ന്. അപ്പൊ ക്ലിയർ ആയല്ലോ. യെസ്, ഇവിടെ ഫുഡ് കഴിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. മിക്ക ആൾക്കാരും ഇത് കഴിക്കും. അതിനുശേഷം സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ വില്ലൻ. അത് സ്റ്റൊമക് ക്യാൻസറിന് വരെ, ഈസോഫേഗൽ ക്യാൻസറിനൊക്കെ, ശ്വാസകോശ ക്യാൻസറിന്റെ മെയിൻ കാരണമാണ് ഡ്രിങ്ക്സിന് ശേഷം സ്മോക്കിംഗ് എടുക്കുന്നത്. തമാശ പറഞ്ഞതല്ല, ഭയങ്കര കുറെ കേസുകൾ. നമ്മുടെ PhD ഒരു തീസിസ് ഒരു കുട്ടി ചെയ്തത് തന്നെ അതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്വാസകോശ ക്യാൻസറിന് ഒരു കാര്യം, ഈ ഒരു ലീഡിങ് കോസ് ഇത് തന്നെയാണ്. പിന്നെ പറഞ്ഞത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത്. ഹെവി ഫുഡും ഫാറ്റി സംഭവം കഴിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഹാങ് ഓവർ കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്. പക്ഷെ എംപ്റ്റി സ്റ്റൊമക്ക് ഇടാതെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് നല്ലത്. അപ്പൊ എന്തായാലും എത്ര നേരം ഒരു വേദി തന്നേനെ കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നൊരു കാര്യമൊക്കെ പറയാം. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഹെൽത്ത് ഇതുപോലെയുള്ള ഓരോ ടോപ്പിക്കാണ് ഓരോ ആഴ്ചയും ഇടുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ വളരെ ഹെൽപ്പായിരുന്നു. എഡ്യു ഹെൽത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പൊ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എഡ്യു ഹെൽത്ത്, EDU ഹെൽത്ത് കേട്ടോ. അപ്പൊ 2 months ആയിട്ടുള്ള തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് സെർച്ച് ചെയ്യുക. ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് തരികയാണെങ്കിൽ വളരെ അപ്പൊ മാക്സിമം അതിൽ എന്തെങ്കിലും പുതിയ ടോപ്പിക്കിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡുകൾ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ
താങ്ക് യു സോ മച്ച്. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമ്മൾ വിളിച്ചിവിടെ വന്ന് നമുക്ക് ഇത്രയും ഉപകാരപ്രദമായ ഒരു സെഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാഡത്തിനോട് വന്ന് സപ്പോർട്ട് സ്റ്റാഫിനും എല്ലാവർക്കും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.